Hello friends, welcome to Vinod's English. Previous year SSC questions ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെപ്റ്റംബർ 9 നടന്ന 2024 നടന്ന ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ബാക്കി 10 ക്വസ്റ്റൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റൻ അല്ല 16th ക്വസ്റ്റൻ. സോ ഇവിടെ എന്താണ് ചോദിച്ചേക്കുന്നത്? സിലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻ ഇഡിയം. എന്താണ്? ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. Okay, underline idiom. In my office, all employees were different, so I felt like a fish out of water. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ പറയണ എൻ്റെ ഓഫീസിലുള്ള എല്ലാവരും ഡിഫറെൻ്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് എന്താണ് ഫീൽ ചെയ്തത്? ഐ ഫെൽറ്റ് ലൈക്ക് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. സോ ബേസിക്കലി ആ വെള്ളത്തിൽ പെടാത്തൊരു ഫിഷായിട്ടാണ് തോന്നിയത്. എന്ന് വെച്ചാൽ അൺകംഫർട്ടബിൾ തോന്നുന്നു, അല്ലെങ്കിൽ പുറം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലോട്ട് മിക്സപ്പ് ആവുന്നില്ല, നമ്മളതിൽ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് വരുന്നില്ല, കണക്ഷൻ ആവുന്നില്ല, അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ് തോന്നുന്നത്. അതേപോലെ അർത്ഥമുള്ളതാണ് നമുക്ക് വേണ്ടത്. സോ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വേർഡ് തന്നെ അതിലുണ്ട്, അൺകംഫർട്ടബിൾ. ഹോംലെസ് അല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് വീടില്ലാത്തതെന്നല്ല അർത്ഥം. ഫിഷിന് വീടില്ലാത്തതെന്ന് അത് ആ ലിറ്ററൽ മീനിങ്ങും അല്ല എടുക്കേണ്ടത്. ഫ്രസ്ട്രേറ്റഡും അല്ല, ഡിസപ്പോയിൻറ്റഡും അല്ല. നമുക്ക് തോന്നുന്നത് അതുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല, ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ്. നമ്മളെ സെയിം വൈബ് ആയിരിക്കും, നമ്മൾ കംഫർട്ടബിൾ ആവും. വൈബ് മാച്ച് ആയില്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആവും. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. യാ, നമ്മൾ എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ സമ്മൺ ഹു ഫീൽസ് അൺകംഫർട്ടബിൾ. ഓക്കെ, ഇനി ഇൻകറക്റ്റ്ലി സ്പെൽറ്റ്. എംബാരസിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണ്, ഓക്കറൻസിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണ്. എക്സിലറേറ്റിൻ്റെ സ്പെല്ലിങ് ഇവിടെ ഇ അല്ല, ഇവിടെ എ ആണ് വരേണ്ടത്. EXHILARATE ആണ്. സോ ഇതാണ് ഇൻകറക്റ്റ്ലി സ്പെൽ ആൻസർ. സോ നമുക്ക് ആവശ്യമുള്ള ആൻസർ എന്നുള്ള ഇതാണ്. ഓക്കെ, അക്കോമഡേറ്റും കറക്റ്റാണ്. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ക്വസ്റ്റൻ ഹിയർ. ഓക്കെ, now so the following importance divided into 4 segments. Okay, Mrs. Srilakshmi's musical intelligence is superior than Mrs. Suma's. Okay, so ഇവിടെ Mrs. Srilakshmi's musical instrument, so apostrophe s അവിടെ ഓക്കെ ആണ്. ഈ superior നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. superior, prior ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട്. prior, yes, prefer, ഇതൊക്കെ ലാറ്റിൻ adjectives ആണ്. ഓക്കെ, ആൻഡ് ജനറലി കമ്പാരിസൺ, രണ്ടുപേർക്കിടയിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ ദാൻ ആണ് യൂസ് ചെയ്യണത്. പക്ഷേ ഈ പറയുന്ന ലാറ്റിൻ എഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ ഇതിന് ശേഷം നമ്മൾ ദാൻ അല്ല യൂസ് ചെയ്യണത്, ഇതിന് ശേഷം നമ്മൾ ടു ആണ് യൂസ് ചെയ്യണത്. സോ ഇവിടെ ഈ സുപ്പീരിയർ ദാൻ എന്നല്ല വരേണ്ടത്, ഈ സുപ്പീരിയർ ടു എന്നാണ് വരേണ്ടത്. ഓക്കെ, സോ മിസ്സസ് ശ്രീലക്ഷ്മീസ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഈസ് സുപ്പീരിയർ ടു മിസ്സസ് സുമാസ്. ഇവിടെ മിസ്സിസ് സുമാസ് എന്ന് പറയുമ്പോൾ ഈ അപ്പോസ്ട്രോഫി എസിന് ശേഷം മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്, ഇംപ്ലൈഡ് ആണ്. നമ്മളവിടെ വീണ്ടും വീണ്ടും എഴുതില്ല, നമ്മൾ നൗൺസ് ഒഴിവാക്കാൻ നോക്കും, റിപ്പീറ്റേഷൻസ് ഒഴിവാക്കാൻ നോക്കും. യെസ്, സോ ഇവിടെ സുമാസ് എന്ന് പറഞ്ഞ് തീർക്കുമ്പോൾ തന്നെ അർത്ഥം എന്താണ്? സുമാസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് തന്നെയാണ് വരുന്നത്. അത് എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് എറർ അല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഈസ് അസ്യൂംഡ്, ഇറ്റ് ഈസ് ദെയർ. ഓക്കെ, ഫൈൻ. സോ ഇവിടെ എറർ എവിടെയാണ്? സുപ്പീരിയർ ദാനിലാണ്. ഇവിടെ സുപ്പീരിയർ ദാൻ അല്ല വേണ്ട, ടു ആണ്. ഞാൻ ഈ പാർട്ടിലാണ് എറർ, നമുക്ക് കറക്ഷൻ ആവശ്യം, ഞാൻ ടു എന്ന് പറഞ്ഞത്. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യന്, if I was a queen, I would give a handsome sum towards education. See, ഇത് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഫ്യൂച്ചറിൽ ഞാനൊരു ക്വീൻ ആയിരുന്നെങ്കിൽ, ഓക്കെ, ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? കുറേ ഫണ്ട് എഡ്യൂക്കേഷൻ ഞാൻ കൊടുക്കുമായിരുന്നു. അൺറിയലിസ്റ്റിക് ആണ്. അൺറിയലിസ്റ്റിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇഫിൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യണത്. ദാറ്റ് ഈസ് സബ്ജക്ട് പ്ലസ് V2 ആണ് യൂസ് ചെയ്യണത്. ഓക്കെ, അത് മെയിൻ വേർബ് ആണെങ്കിൽ. ഇനി ഹെൽപ്പിംഗ് വേർബ് ആണെങ്കിൽ ബിയുടെ ഫോമിൽ നമുക്ക് V2 എന്ന് പറയുന്നത് വാസും വേർവും ആണ്. എന്നാൽ യു ടു അണ്ടർസ്റ്റാൻഡ്, ഈ പറയുന്ന അൺറിയലിസ്റ്റിക് സിറ്റുവേഷൻ അത് നമ്മളെ ടെൻസസിൻ്റെ കണ്ടീഷണൽസിൽ വരുന്നതാണ്. അൺറിയലിസ്റ്റിക് സിറ്റുവേഷൻ്റെ ഫസ്റ്റ് കണ്ടീഷനിലാണ്. V2 വരുമെന്ന് പറഞ്ഞാലും ഈ വാസും വേറും V2 ആണെങ്കിൽ നമ്മൾ വാസ് യൂസ് ചെയ്യില്ല. സബ്ജക്റ്റിൻ്റെ കൂടെ മെയിൻ വേർബ് ആണെങ്കിൽ V2, ഇപ്പോൾ വാക്ക് ആണെങ്കിൽ വാക്ക്ഡ് ആണ്. പക്ഷേ ബിയുടെ ഫോമാണ് കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വേറാണ് യൂസ് ചെയ്യണത്. ഇവിടെ സബ്ജക്റ്റിന് ശേഷം എന്താ കിടക്കുന്നത്? ഐ ആണ് സബ്ജക്റ്റ്, അതിന് ശേഷം ബിയുടെ ഫോമാണിത്. അപ്പോൾ ഇവിടെ ഐ വാസ് അല്ല വേണ്ടത്, ഐ വേർ എ ക്വീൻ. ഓക്കെ, സോ ഇഫ് ഐ വേർ ദ ക്വീൻ ഐ വുഡ് ഗിവ് എ ഹാൻസം. ഇത് സോ ഇതാണ് നമ്മളെ ആൻസർ, സെക്കൻഡ് വൺ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സബ്ജക്ട് പ്ലസ് V2, അൺകണ്ടീഷണൽ ഇതിൽ സബ്ജക്ട് പ്ലസ് V2 വരണം. V2 എന്ന് പറയുമ്പോൾ മെയിൻ വേർബിൽ V2. അതേപോലെ ബിയുടെ ഫോമിൻ്റെ V2 ഏതാണ്? വാസും വേറും. പക്ഷേ നമ്മൾ ആസ് പെർ റൂൾ വാസ് യൂസ് ചെയ്യാൻ പറ്റില്ല, വേർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മളവിടെ വേർ ആക്കിയത്. ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യന്, സെലക്ട് ദ ഇൻകറക്ട്ലി സ്പെൽ വേർഡ്. ഓക്കെ, ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ് നോക്കാം. എക്സീഡിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്, പ്രൊസീഡ് കറക്റ്റാണ്, സക്സീഡ് കറക്റ്റാണ്. പ്രിസീഡിൻ്റെ സ്പെല്ലിംഗ് PRECEDE ആണ്.
precede. Okay, so this is the incorrectly spelled word. Okay, ഇനി അടുത്ത passage. Okay, ഇത് ക്ലോസ് ടെസ്റ്റ്, പാസേജും അല്ല, ക്ലോസ് ടെസ്റ്റ്. സോ ലെറ്റ്സ് ട്രൈ ആൻഡ് ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? അല്ല, ചെറുതാക്കണമെങ്കിൽ ലെറ്റ്സ് സീ. യാ, ഓക്കെ ഓക്കെ, ലെറ്റ്സ് ട്രൈ ടു ഫസ്റ്റ് ഇതേപോലെ ക്ലോസ് ടെസ്റ്റ് കാണുമ്പോൾ ആദ്യം ഒറ്റ വായലിൽ മൊത്തം വായിച്ച് തീർക്കാൻ നോക്കുക. ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കണ്ടെക്സ്റ്റ് ഓഫ് ദ റൈറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ നോക്ക്. സോ ഇവിടെ the beginning of the story is dash in its presentation, but the style eases out and becomes haunting in its simplicity. So basically ഇവിടെ ഉദ്ദേശിക്കുന്ന അയാൾ എന്താണ് പറയുന്നത്, ജസ്റ്റ് അർത്ഥം മനസ്സിലാക്കാൻ നോക്ക്. ആ സ്റ്റോറിയുടെ തുടക്കം പ്രസൻറ്റേഷനിൽ തുടക്കത്തിൽ അത് ഒന്നുകിൽ ഡൾ അല്ലെങ്കിൽ ബോറിംഗ് ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ഡൾ ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ പതുക്കെ ചെന്നിട്ട് എന്തായിട്ടുണ്ട്, സ്റ്റൈൽ ഈസ് ആയിട്ടുണ്ട്. സോ ലേറ്റർ ഞാൻ പതുക്കെ സ്റ്റൈൽ ലീസ് ആയിട്ടുണ്ട് ആൻഡ് ബിക്കംസ് ഹോണ്ടിങ് ഇൻ സിംപ്ലിസിറ്റി. അപ്പോൾ അതിൻ്റെ സിംപ്ലിസിറ്റി വളരെയധികം നമ്മളെ അട്രാക്ട് ചെയ്യുന്നു. ഇവിടെ ഹോണ്ടിങ് ഭൂതത്തിൻ്റെ ഹോണ്ടിങ് അല്ല ഉദ്ദേശിക്കുന്നത്, പ്രേതമല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ദ ഓഥർ ബ്രിങ്സ് ഔട്ട് ദ ഹ്യൂമൻ എലിമെൻറ്റ്സ് ഇൻ ഈ സ്റ്റോറി. ദിസ് കോമൺ എലിമെൻറ്റ് ഓഫ് സിമ്പത്തി ആൻഡ് സാക്രിഫൈസ് ഇസ് ഗിവൻ എ ന്യൂ ആംഗിൾ, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എന്താണ് ന്യൂ ഡാഷ് ബൈ ദ ഓൾഡ് ആർട്ടിസ്റ്റ് ഹു ഷോസ് ഹിസ് ലാസ്റ്റ് desperate act that one can be a hero for one day if only one cares. Okay, O. Henry's treatment of his material is balanced and controlled, a fine dash of humor and ഇവിടെ. ഓക്കെ, സോ നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഫസ്റ്റിൽ നമ്മൾ ഗസ് ചെയ്തായിരുന്നു, ഇവിടെ ബാക്കി നോക്കാം. ദിസ് കോമൺ എലിമെൻറ്റ് ഓഫ് സിമ്പത്തി ആൻഡ് സാക്രിഫൈസ് ഇസ് ഗിവൻ എ ന്യൂ ഡാഷ് ബൈ ദ ഓൾഡ് ആർട്ടിസ്റ്റ്. സോ ന്യൂ ആംഗിൾ അല്ലെങ്കിൽ ഒരു പുതിയ ഡയമെൻഷൻ അല്ലെങ്കിൽ രീതി കൊടുത്തെന്നാണ് പറയണത്. ഓക്കെ, ലെറ്റ്സ് സീ. ബൈ എൻ ഓൾഡ് ആർട്ടിസ്റ്റ് ഹു ഷോസ് ബൈ ഹിസ് ലാസ്റ്റ് ഡെസ്പെറേറ്റ്, അവസാനത്തെ ഡെസ്പെറേറ്റ് അറ്റംപ്റ്റ് ആണ്, അവസാനത്തെ ശ്രമമാണ്. എന്നിട്ട് അയാൾ എന്താണ് പറഞ്ഞു തരേണ്ടത്, ദാറ്റ് അയാൾ എന്താണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്, ദാറ്റ് വൺ ക്യാൻ ബി എ ഹീറോ ഫോർ വൺ ഡേ ഇഫ് ഓൺലി ഹീ കെയർസ്. അയാൾ പറയണത് ഒരു ദിവസത്തേക്കെങ്കിലും ഒരാൾക്ക് ഹീറോ ആവാൻ പറ്റും, പക്ഷേ അതിനുവേണ്ടി അയാൾ അത്രയ്ക്കും കെയറിങ് ആയിരിക്കണം, അത്രയ്ക്കും ആ കാര്യത്തിൽ സീരിയസ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ ബാക്കി ഓ ഹെൻറീസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹിസ് മെറ്റീരിയൽ ഇസ് ബാലൻസ്ഡ് ആൻഡ് കൺട്രോൾ, എ ഫൈൻ ഡാഷ് ഓഫ് ഹ്യൂമർ ആൻഡ് പാത്തോസ്. സോ എ ഫൈൻ ഡാഷ് ഓഫ് ഹ്യൂമർ ആൻഡ് പാത്തോസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യത്തിന് എന്തോ ഒരു ഫൈൻ ബാലൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വേർഡ്സ് വെച്ച് നോക്കാം. ഫിൽ ഇൻ ദ വേർഡ്സിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. സോ ഇവിടെ നമുക്ക് നോക്ക്, ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഈസ്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഡള്ളോ അങ്ങനത്തെ എന്തോ ആണ്. ഫസ്റ്റ് വാക്കിൻ്റെ അർത്ഥം എന്താണ്, പ്രോൺ എന്നുള്ള വാക്ക്. ലെറ്റ്സ് സീ ദ മീനിങ് ഓഫ് ഇറ്റ്. പ്രോൺ എന്നാൽ എന്താണ്, ഏതെങ്കിലും ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക. നമ്മളിപ്പം ഞാൻ പറയണം ഐ ആം പ്രോൺ ടു ആക്സിഡൻറ്റ്, ദിസ് റോഡ് ഈസ് പ്രോൺ ടു ആക്സിഡൻസ് എന്ന് വെച്ചാൽ ആ റോഡിലെ ആക്സിഡൻസിൻ്റെ എക്സ്പീരിയൻസ് കൂടുതലാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രോൺ മീൻസ് സംതിങ് ഈസ് മോർ ലൈക്ലി ടു ഹാപ്പൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ് ഓർ തിങ്. ഓക്കെ, പക്ഷെ നമുക്ക് അവിടെ അങ്ങനെയല്ലല്ലോ വേണ്ടത്. ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഈസ് പ്രോൺ ഇൻ ഇറ്റ്സ് പ്രസൻറ്റേഷൻ എന്നാണോ? ഒരിക്കലും അല്ല. സോ ഫസ്റ്റ് വേർഡ് എന്തായാലും പോയി. ഇനി ഡിലെക്റ്റബിൾ എന്ന് എന്താണ്, എക്സ്ട്രീംലി ഡിലീഷ്യസ് ഓർ ഹൈലി പ്ലീസിങ്. സോ ഞാൻ ചോദിക്കട്ടെ, ബിഗിനിങ് സ്റ്റോറി ഭയങ്കര ഡിലീഷ്യസ് അല്ലെങ്കിൽ ഹൈലി പ്ലീസിങ് ആയിരുന്നെങ്കിൽ പിന്നെ അത് കുറഞ്ഞു പോയെന്നാണോ പറഞ്ഞത്? എന്നിട്ട് ഈസ് ഔട്ട് ആയെന്ന അർത്ഥം എന്താണ്, ബെറ്റർ ആയെന്നാണ് അർത്ഥം ഈസ് ഔട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ അതിൻ്റെ ആദ്യത്തെ ഒരു മുഷ്ടിയിലെല്ലാം മാറി കുറച്ച് എളുപ്പമായി എന്നാണ് പറയുന്നത്. ഈസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ബെറ്റർ ആയി. സോ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സോ പ്രോണും അല്ല ഡിലെക്റ്റബിളും അല്ല. മൂന്നാമത്തെ വാക്ക് അതാണ് ക്വാൻറ്റ്. ഓക്കെ, ക്വാൻറ്റ് എന്ന് എന്താണ്, ചാർമിംഗ്ലി ഓൾഡ് ഫാഷൻ ഓർ അട്രാക്റ്റീവ്ലി അൺയൂഷ്വൽ. സോ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി എന്തായിരുന്നു, ഓൾഡ് ഫാഷൻ ആയിരുന്നു അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിരുന്നു. പക്ഷേ പതുക്കെ എന്തായി, സ്റ്റൈൽ ഈസ് ഔട്ടായി. സോ ഇത് നമുക്ക് ആവാനൊരു സാധ്യതയുണ്ട്. ബാക്കി നാലാമത്തെ നോക്കാം, ഹാബിച്വൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ഥിരമുള്ള സ്വഭാവം. സോ സ്റ്റോറിയുടെ ബിഗിനിങ് ഹാബിച്വൽ ആണെന്ന് പറയുന്നത്. ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഈസ് ഹാബിച്വൽ ഇൻ ഇറ്റ്സ് പ്രസൻറ്റേഷൻ. ഡു യു തിങ്ക് ദാറ്റ് ഈസ് ദ കറക്റ്റ് യൂസേജ്? ഒരിക്കലും അല്ല, ഹാബിച്വൽ അല്ല പ്രസൻറ്റേഷൻ. അവിടെ ആ സ്റ്റോറി ഓൾഡ് ഫാഷൻ ആണ്, എന്നിട്ട് പിന്നെ പതുക്കെ അതെന്തായി, അത് സിംപ്ലിസിറ്റിയിലോട്ട് മാറി. സോ ആൻഡ് ദ വേർഡ് ഈസ് വി ആർ ലുക്കിംഗ് ഫോർ ഇസ് ക്വാൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ വേർഡ് നോക്ക്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു ബ്ലാങ്ക് നമ്പർ 1, ബട്ട്. സോ ഇവിടെ നമ്മൾ ക്വാൻറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തു, എന്നാൽ സിമ്പിൾ ആയിരുന്നു. ബട്ട് ഡാഷ് ദ സ്റ്റൈൽ ഈസ് ഔട്ട്, ബട്ട് ഗ്രാജുവൽ. ഓക്കെ, ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ ചുരുക്കമാണ് ഈസ് ഔട്ട് ആവണം, പക്ഷേ അവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ പതിയെ സ്റ്റൈൽ ഈസ് ഔട്ട് ആവണമെന്നാണ്. സോ റീസെൻ്റ്ലി അല്ല, ഗ്രാഡ്ലി അല്ല, ഇനീഷ്യലി അല്ല. സോ ഇവിടെ ഗ്രാജുവലി ആ സ്റ്റൈൽ എന്താവുന്നുണ്ട്, ഈസ് ഔട്ട് ആവുന്നുണ്ട്. സോ തുടക്കത്തിൽ അത് ഓൾഡ് ഫാഷൻഡ് ആയിരുന്നു, പക്ഷേ പതുക്കെ അതിൻ്റെ സ്റ്റൈൽ എന്താണ്, സിംപ്ലിസിറ്റിയിലോട്ട് മാറി. ഇനി അടുത്ത് നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത്, ലെറ്റ്സ് സീ. The author brings out the human element in his story.
The common element of sympathy and sacrifice is given a new dash by the old artist. Okay, supervision ആണോ? ഈ സിമ്പത്തി ആൻഡ് സാക്രിഫൈസിൻ്റെ എലിമെൻറ്റിന് പുതിയൊരു ഡയറക്ഷൻ കൊടുത്ത അല്ലെങ്കിൽ പുതിയൊരു ഇത് കൊടുത്തെന്നാണ് ഉദ്ദേശിക്കുന്നത്. സൂപ്പർവിഷൻ അല്ല, പുതിയൊരു കണ്ടീഷൻ അല്ല, ഡയമെൻഷൻ ആണ് ഇവിടെ വേണ്ടത്. ഇൻഫെക്ഷൻ എന്തായാലും അല്ല. സോ നമുക്ക് ഇവരെന്ത് ചെയ്ത് കോമൺ എലിമെൻറ്റ് ഓഫ് സിമ്പത്തിയും സാക്രിഫൈസും ഒരു കോമൺ എലിമെൻ്റ് ആണ്. അതിന് ഈ ഓഥർ എന്താണ് പുതിയൊരു ഡയമെൻഷൻ കൊടുത്തു, പുതിയൊരു ആംഗിൾ കൊടുത്തു ബൈ ദ ഓൾഡ് ആർട്ടിസ്റ്റ്. പിന്നെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത നെക്സ്റ്റ് വേർഡ് നോക്കാം. ഓക്കെ, ഹു ഷോസ് ബൈ ഹിസ് ലാസ്റ്റ് ഡെസ്പെറേറ്റ് ആക്ട് ദാറ്റ് one can be a hero for one day if one cares through എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കെയർസ് ത്രൂ, അതിൽ കൂടെ കെയർ ചെയ്ത് പോയി, അതല്ല ഉദ്ദേശിക്കുന്നത്. കെയർസ് ദോ, ഇത് കോൺട്രഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ടഫും അല്ല. കെയർസ് ഇനഫ്, ആവശ്യത്തിന് കെയർ ഉണ്ടെങ്കിൽ, ആവശ്യത്തിന് അയാളെ ആ ഒരു ആക്ടിൻ്റെ പുറത്ത് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിൽ പോലും അയാൾക്ക് ഹീറോ ആവാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഒരു ആക്ടറിന് ഒരു റോൾ കിട്ടുകയാണ്, ഞാൻ ജസ്റ്റ് വേറെ എക്സാമ്പിൾ പറയണം. പക്ഷേ ആ ഒരു ആക്ടിൻ്റെ ആ ഒരു റോളിൻ്റെ പുറത്ത് അയാൾ ലൈഫ് ഇടുകയാണെങ്കിൽ, ഇനഫ് എഫേർട്ട് ഇടുകയാണെങ്കിൽ അയാൾക്ക് ആ ഒരു റോള് പോലും എന്താവാം, ലൈഫ് ടൈം ആക്കി മാറ്റാൻ പറ്റും. ദാറ്റ്സ് വാട്ട് ഇറ്റ് മീൻസ്. സോ ഇവിടെ ഇനഫ് എന്നുള്ള വാക്കാണ് വേണ്ടത്. ആൻഡ് ലാസ്റ്റ് വൺ, O. Henry's treatment of his material is balanced and controlled, a fine dash of human and pathos. ഞാൻ പറഞ്ഞില്ലേ, അയാളത് ബാലൻസ്ഡ് ആൻഡ് കൺട്രോൾ ആണ്. എന്നിട്ട് ആ ഫൈൻ ബാലൻസ് ഓഫ് അല്ലെങ്കിൽ എ ഫൈൻ മിക്സ്ചർ ഓഫ് എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, എന്തിൻ്റെ മിക്സ്ചർ? ഹ്യൂമർ ആൻഡ് പാത്തോസ്. ലെജൻഡ് ആണോ ഉദ്ദേശിക്കുന്നത്? ലെജൻഡ് എന്ന് എന്താണ്? പണ്ട് എന്തോ ഒരു സംഭവമായിരുന്നത്, അതല്ല. അസെൻഡ് എന്ന് പറഞ്ഞാൽ ഉയർച്ച, അതുമല്ല. ബ്ലെൻഡാണ് ഇവിടെ ആവശ്യം. അമെൻഡ് എന്ന് പറഞ്ഞാൽ തിരുത്തുക. സോ ഇവിടെ എന്താണ് പറഞ്ഞാൽ, ഓ ഹെൻറിയുടെ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് ബാലൻസ്ഡ് ആൻഡ് കൺട്രോൾഡ്. മെറ്റീരിയലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ബാലൻസ്ഡ് ആൻഡ് കൺട്രോൾഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ ഫൈൻ മിക്സ്ചർ. ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് ഹ്യൂമർ ആൻഡ് പാത്തോസ്. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ് ഇവിടെ വരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ ഇത് നമ്മളെ 25ാമത്തെ ക്വസ്റ്റൻ ആയിരുന്നു. സോ വിത്ത് ദിസ് നമ്മൾ September 9, 2024 നടന്ന ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ ഇംഗ്ലീഷ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോയിൽ പറഞ്ഞ എല്ലാ എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഐ വിൽ ട്രൈ ആൻഡ് ടീച്ച് ദാറ്റ് ടോപ്പിക് ഓൾസോ. ഇപ്പോൾ നമ്മൾ ആക്റ്റീവ് പോസിറ്റീവ് വോയിസ് ആവട്ടെ, എങ്ങനെയാണ് നമ്മൾ ക്ലോസ് ടെസ്റ്റിനെ ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റീഡിംഗ് കോമ്പറേഷൻ, whichever you want, you tell me, I'll go ahead and try to do that video. Okay, so thank you all of you. Have a great day. Bye bye.